إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ലോകമാസകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ ബലായിൽ നിന്നിട്ടും ഈ വബായിൽ നിന്നിട്ടും ഈ പരീക്ഷണത്തിൽ നിന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഓരോ കാലഘട്ടത്തിലായി അവന്റെ കഴിവ് കൽപ്പ് പ്രകടമാക്കാനും സൃഷ്ടികൾ മനസ്സിലാക്കാനും വേണ്ടി പല പല അത്ഭുതങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവന്റെ സുന്നത്താണ്, അവന്റെ പതിവാണ്. ആ പതിവിനൊരു ചേഞ്ചുമില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ പരീക്ഷണം. ഇതിനു മുമ്പുള്ള ക്ലാസുകളിലെല്ലാം മക്ക മദീന മിമ്പറിന്റെ മീതെ ഈ പരീക്ഷണം ആരംഭിച്ച ശേഷം നടന്നതായ ഖുതുബകളുടെ പരിഭാഷയായി ഇവൻ സൂചിപ്പിക്കാറുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അന്തരീക്ഷത്തിലൂടെ പഠിപ്പിക്കും പോലെ ലോകത്തിന് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, വിരോധിച്ചതായ വിനോദങ്ങൾ, വിരോധിച്ചതായ കള്ളുഷാപ്പുകൾ, വിരോധിച്ചതായ വ്യഭിചാരശാലകൾ, അള്ളാഹു വിരോധിച്ചതായ മറ്റു ലോകത്തിലെ സകലം നടമാടിക്കൊണ്ടിരിക്കുന്നതായ പല പല കേന്ദ്രങ്ങളും ക്യാമ്പുകളും അതൊന്നുമില്ലാതെ തന്നെ മനുഷ്യരാശിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നത് ഈ സന്ദർഭത്തിൽ മനുഷ്യന്മാർക്ക് ഈ പരീക്ഷണത്തിലൂടെ അവർക്ക് ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അത് ഒരു മഹാനേട്ടമാണ്, ഒരു മഹാ മെസ്സേജ് കൂടിയാണ്. നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാനും ഷിട്ടികൾക്ക് ഷിട്ടാവനെ മനസ്സിലാക്കാനും പരിശ്രമിക്കുകയാണെങ്കിൽ സാധിക്കുമെന്നതിലേക്കുള്ള സൂചനയാണ്. പക്ഷേ ഇങ്ങനെയുള്ള മടക്കമുണ്ടായത് യഥാർത്ഥത്തിൽ എന്തിലൂടെയായിരുന്നു? നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്മാർക്ക് ഉള്ളതായ ഭയം, പേടി. എന്തിനോട്? രോഗത്തോട്. എന്താ രോഗം ബാധിച്ചാൽ സുബ്ഹാനല്ലാഹ് ഒരു പക്ഷേ മരിക്കാൻ സാധ്യതയുണ്ട് എന്നും കഴിഞ്ഞ ക്ലാസ്സിലും ഖുതുബയിലും നാം കേട്ടതുപോലെ 100-ൽ 2-3% മരിക്കുന്നത് നാം കാണുന്നുള്ളൂ. എന്നിട്ട് പോലും അത്രയും ചെറിയ ഒരു രോഗത്തെ ഭയപ്പെട്ടത് കാരണത്താൽ ലോകമാസകലം ചേഞ്ച് ഉണ്ടായി, ലോകമാസകലം ഞെട്ടി, ലോകമാസകലം അറിഞ്ഞിട്ടോ അറിയാതെയോ റബ്ബിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. റബ്ബിനെ മനസ്സിലാക്കാൻ പലരും തീരുമാനിച്ചു. നിരീശ്വരവാദികളും നിർമ്മതവാദികളും വരേക്കും പലരും മടങ്ങാൻ തീരുമാനിച്ചു. പല സത്യനിഷേധികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചു. യൂറോപ്പ് പോലത്തെ നാടുകളിൽ നാം കേൾക്കുന്നത് പോലെ വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെ. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടതായ, ഞാൻ ഇതുവരെ പറഞ്ഞതായ ചേഞ്ചുകൾ, അത് ചെറിയൊരു ഭയം, ആ ഭയത്തിൽ കൂടി മാത്രം ഉത്ഭവിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ഈ ഭയത്തിന്റെ പിന്നിൽ ഈ അണുവല്ലാതെ, ഈ ചെറിയ വൈറസ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് ലോകവൻ രാഷ്ട്രങ്ങൾക്കറിയാം. ലോക രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, ലോകവൻ രാഷ്ട്രങ്ങളുടെ കീഴിൽ ജീവിക്കുന്നതായ ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾക്കറിയാം. എന്നിട്ട് പോലും അവരെല്ലാം ആ ചെറിയ വൈറസിനെ ഭയപ്പെട്ടത് കാരണത്താൽ വീട്ടിൽ അറസ്റ്റിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അവരെന്നിട്ട് പലർക്കും സുബ്ഹാനല്ലാഹ് ചില രാഷ്ട്രങ്ങളിൽ നാം കണ്ടതുപോലെ ശരീരത്തെ വൃത്തിയാക്കാൻ പറ്റുന്നതായ പല പല മാധ്യമങ്ങൾ വരെ ഉള്ളതായ കടകൾ പൂട്ടിയത് കാരണത്താൽ മുടി നന്നാക്കാൻ പറ്റാതെ, താടി നന്നാക്കാൻ പറ്റാതെ താടി നന്നാക്കുന്നവർ, അങ്ങനെ പല രൂപത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ ശരിക്ക് ജയിൽ പുള്ളികളായി മാറിയ രംഗമാണ് പല പല സ്ഥലങ്ങളിലും കാണാൻ നമുക്ക് സാധിച്ചത്. ഇതെല്ലാം ചെറിയൊരു വൈറസിനെ പേടിച്ചതിന്റെ പേരിൽ മാത്രമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലുഹു നമ്മോട് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, മരണത്തെ കുറിച്ച് പറയുമ്പോൾ,
പറയാറുള്ള ശൈലിയിലേക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി മടങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് അത് എന്തിനെയല്ല, ഇങ്ങനെയുള്ള ഒരു വൈറസിനെയല്ല, മരണത്തെയുമല്ല. വാസ്തവത്തിൽ പേടിക്കേണ്ടത് ഈ മരണശേഷമുള്ളതായ മരണാനന്തര ജീവിതത്തെയാണ്. ആ ജീവിതത്തെ ഒരാൾ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതമാസകലം, അത് വ്യക്തികളാണെങ്കിൽ, സമൂഹമാണെങ്കിൽ, രാഷ്ട്രങ്ങളാണെങ്കിൽ എല്ലാവർക്കും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്നതിലേക്കുള്ളതായ ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ലോകം. അപ്പോൾ ചെറിയ വൈറസിനെ, ചെറിയ രോഗത്തെ ഭയപ്പെട്ടു, അതിലൂടെ ഒരു പക്ഷെ മരിക്കാനും സാധ്യതയുണ്ട് എന്നത് കാരണത്താൽ ലോകം മാസകലം അടങ്ങിയിരിക്കവേ എന്തേ അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ മഹാശക്തിയെ, അള്ളാഹുവിന്റെ മഹാകഴിവ് കെൽപ്പിനെ ഖുർആനിലൂടെ സ്ഥാപിച്ച, നബിമാരിലൂടെ സ്ഥാപിക്കപ്പെട്ട ലോകത്തുള്ള പ്രബോധകന്മാരെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. അങ്ങനെ നിൽക്കുന്നവർക്ക് പരലോകത്തിൽ സ്വർഗലോകത്തിലേക്ക് ചെല്ലാം എന്ന ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതായ പ്രത്യേകത അള്ളാഹു എണ്ണി പറയുന്നതിനെ കുറിച്ച് എന്തേ ചിന്തിക്കുന്നില്ല മനുഷ്യരാശി? അവിടെ എത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു വരുന്നതായ കാര്യമാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, ഓരോരുത്തരും നഫ്സി 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 എന്ന് പറയുന്ന രംഗമാണ്. ഇവിടെ ഇപ്പോൾ ഓരോ വ്യക്തികളും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മറ്റാളോട് സലാം പറയാതെ അഥവാ മുസാഫഹത്ത് നടത്താതെ ഹസ്തദാനം ചെയ്യാതെ തമ്മിൽ ദൂരെ നിന്ന് സംസാരിക്കുന്ന ആ ഗതികെട്ട ജീവിതം നാം ഇവിടെ ഈ പരീക്ഷണത്തിലൂടെ കണ്ടു. ഇത് യഥാർത്ഥത്തിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നഫ്സി 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 എന്ന് പറയുന്ന ലോകം വരാൻ പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി സ്വർഗലോകത്തിലേക്ക് പറന്നു ചെല്ലാനുള്ളതായ ചുറ്റുപാട്, ലഭിക്കാനുള്ളതായ ഒരു നിയമവ്യവസ്ഥ, ഒരു ജീവിത രീതി ഖുർആൻ ഇവിടെ വരഞ്ഞു തന്നിട്ടുണ്ട്, ഇസ്ലാം വരഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്ക് ലോകം മടങ്ങുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിലേക്ക് സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ അവരുടെ വീഴ്ച നെഗറ്റീവ് കൊണ്ട് മടങ്ങുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, പ്രശ്നം ഇവിടെ ഇതിനപ്പുറം ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളതായ ഈ പ്രയാസം ഒന്ന് നീക്കിട്ടട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിനപ്പുറം എന്ത് സംഭവിക്കും, അതിനപ്പുറം അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു ഈ പരീക്ഷണത്തിലൂടെ എന്നത് ചിന്തിക്കുന്നവർ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമ്മെ ഭയപ്പെടുത്തിയതായ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വിശുദ്ധ ഫുർഖാൻ അലീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സമാപനത്തിൽ അഥവാ അവസാനമായി ഇറക്കിയതായ ആയത്താണെന്ന് ബഹുഭൂരിപക്ഷം തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നതായ ആ ആയത്താണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരാശിയെ, അല്ലയോ ശിട്ടികളെ, നിങ്ങൾ ആ സകലം എന്നിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ആ ദിവസത്തിൽ ഓരോ മനുഷ്യൻ ചെയ്തതായ എല്ലാ ചെറുതും വലുതുമായ പ്രവർത്തനത്തിന് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല വിചാരണ നടക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ ചെയ്തതായ നന്മയുടെ പ്രതിഫലം ലഭിക്കും, തിന്മയുടെ പ്രതികാരം ലഭിക്കും എന്ന ആ ദിവസത്തെ ഭയപ്പെടുത്തുന്നതായ ആ ശബ്ദം മാത്രം, ആ അള്ളാഹുവിന്റെ കലാമ് മാത്രം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം ആസകലം നാം ജീവിക്കുന്നതെങ്കിൽ നാം ഇപ്പോൾ കൊറോണയെ ഭയപ്പെട്ടതിനേക്കാളും കൂടുതൽ പരലോകത്തിലുള്ളതായ റബ്ബിന്റെ മുമ്പിൽ സമീപനത്തിൽ ഒരുമിച്ച് കൂടലിനെ ഭയപ്പെട്ടത് കാരണത്താൽ നമ്മുടെ ജീവിതമാസകലം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഉള്ള ജീവിതമാക്കി മാറ്റിയിരുന്നേനെ. പക്ഷെ പ്രശ്നം നാം അവിടേക്ക് ചെന്നിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ചിന്ത അവിടേക്ക് എത്താൻ നാം പരിശ്രമിച്ചിട്ടുമില്ല. നമ്മിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ ഇന്ന് ഡോക്ടർ മാഹിറുൽ മഈഖലി വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ സംസാരിച്ചതായ ഖുതുബയുടെ തുടക്കം അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, അഥവാ ബുദ്ധിജീവി ആരാണ്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു, സ്വശരീരത്തെ വിചാരണ നടത്തിയ മനുഷ്യൻ. സ്വശരീരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റിനുള്ള പരിഹാര മാർഗം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അവനാണ് കയ്യിസ്, അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി.
പിന്നെയോ വഅമില ലിമാ ബഅദൽ മൗത്ത്, എന്നിട്ട് ആ തെറ്റ് തിരുത്തിയ ശേഷം മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ് ബുദ്ധിജീവികൾ മനുഷ്യരാശിയിൽ. അപ്രകാരം തന്നെ വൽ ആജിസു, ആരാണ് ഗതികെട്ടവൻ, ആരാണ് ശേഷികെട്ടവൻ? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന്റെ ശരീരത്തെ ദേഹേച്ഛയുടെ അടിമയാക്കി മാറ്റിയ വ്യക്തിയാണ് ഏറ്റവും ഗതികെട്ടവൻ. ഏറ്റവും ശേഷികെട്ടവനും ഗതികെട്ടവനും ആരാണ്? ശരീരത്തെ ദേഹേച്ഛയുടെ ഹവയ്ക്ക് കീഴ്പ്പെടുത്തിയതായ മനുഷ്യൻ. അമാനി, എന്നിട്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കിട്ടണം. അവന്റെ ഇഷ്ടാനുസരണം അവന്റെ ബുദ്ധി അവനോട് ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ട് നാൽക്കാലി മൃഗത്തോട് തുല്യമുള്ള ജീവിതം ജീവിച്ചിട്ട് അവന് ആവശ്യമുള്ളതെല്ലാം അവന് കൊടുക്കുകയും വേണം. അവന്റെ സമ്പത്തിൽ അവന് പുരോഗതി ലഭിക്കണം, അവന്റെ ഭൗതിക നേട്ടങ്ങളിലെല്ലാം പുരോഗതി ലഭിക്കണം. അതേ സമയത്ത് അവൻ അള്ളാഹുവിന് കീഴടങ്ങാൻ തയ്യാറുമില്ല. അങ്ങനെയുള്ള വ്യക്തി യഥാർത്ഥത്തിൽ ആരല്ല? ബുദ്ധിജീവിയല്ല എന്ന ഹദീസിന്റെ അർത്ഥം വെച്ചുകൊണ്ടാണ്, വിശദീകരിച്ചുകൊണ്ടാണ് മക്ക ഇമാമ് എന്ന് സംസാരം ആരംഭിച്ചത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സർവ്വതും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കഴിവ് കൽപ്പിന്റെയും ഖദറിന്റെയും ഖളാഇന്റെയും കീഴിൽ അടങ്ങുന്നതാണ് എന്നത് ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയവനാണല്ലോ സത്യവിശ്വാസി. ആ സത്യവിശ്വാസിക്കല്ലാതെ സുന്ദരമായ ആസ്വാദ്യകരമായ ഹൃദയത്തിൽ സമാധാനത്തോടു കൂടി ശാന്തിയോടു കൂടി ഉള്ളതായ ജീവിതം ജീവിക്കാൻ സാധിക്കുക തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ ബാഹ്യരൂപത്തിൽ കാണുന്നതായ പരീക്ഷണം, ആ പരീക്ഷണം അല്ല അതിന്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് പരീക്ഷണം കൊണ്ട് അള്ളാഹു നമുക്ക് തിരിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ വൈറസ് വന്നു, കുറെ ആൾക്കാർ മരിക്കാൻ തുടങ്ങി, അത് കാരണത്താൽ നാം നമ്മുടെ നഫ്സിനെ രക്ഷപ്പെടുത്തണം എന്നല്ലാതെ അതിനപ്പുറം വിട്ടുകടന്നവർ വളരെ തുച്ഛമാണല്ലോ. അതല്ല യഥാർത്ഥത്തിൽ. മറിച്ച് ഇങ്ങനെയുള്ള പരീക്ഷണം അള്ളാഹു നൽകാറുള്ളത് പണ്ട് പണ്ടേ നൽകിക്കൊണ്ടേ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ ലക്ഷ്യത്തിലേക്ക് ശിട്ടികൾ എത്തണമെന്നതാണ്. അതുകൊണ്ട് ബാഹ്യരൂപം കണ്ടിട്ട് വഞ്ചിതരാവാതെ നാം ഇതിലിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് ഖുതുബ ആരംഭിച്ചത്. ഡോക്ടർ മാഹിർ അൽ മഅഖലി തുടരുന്നു അദ്ദേഹം. നോക്കൂ നിങ്ങൾ ഹുദൈബിയ സന്ധിയിലേക്ക്. സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ നടന്നതായ പല പല പോരാട്ടങ്ങളും പല പല മത്സരങ്ങളും മറ്റുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരോട് പെരുമാറിയ രീതിയെല്ലാം പഠിച്ചവരാണല്ലോ സത്യവിശ്വാസികൾ. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി മദീനയിൽ നിന്നിട്ട് പുറപ്പെടുകയുണ്ടായി. നബിയെ മക്കയിൽ നിന്നിട്ട് പുറപ്പെടുവിച്ചതിന്റെ ശേഷം മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതത്തിന്റെ ആ വിജയ പതാക പറപ്പിച്ച് ഖുർആനിന്റെ വിശാലമായ സൂക്തങ്ങളായ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ എ തൊട്ട് സെഡ് വരെ, കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ളതായ വിധി വിലക്കുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതായ ആ മദീന മണ്ണിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മക്കയിലേക്ക് ചെന്ന് കിട്ടിയാൽ തിരക്കേടില്ല, എന്നിട്ട് അവിടെ ഒരു ഉംറ ചെയ്താൽ തിരക്കേടില്ല എന്ന പൂതി വെച്ചുകൊണ്ട്, എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് റസൂലും സഹാബത്തും 1400-500 പേര് ഇവിടെ നിന്ന് പുറപ്പെട്ട രംഗത്തെ കുറിച്ച് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്ന ഭാഗമാണ്. എന്നാൽ അതിലേക്കാണ് ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ചത്. ആ സന്ദർഭത്തിൽ ഹുദൈബിയ സന്ധി നടക്കാൻ വേണ്ടി മക്കയിൽ നിന്നിട്ട് ആൾക്കാർ വരികയും പോവുകയും ചെയ്തു. അഥവാ മക്കക്കാര് മദീനയിൽ നിന്നിട്ട് പോയതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെയും കൂടെയുള്ളതായ 1500ഓളം അല്ലെങ്കിൽ 400ഓളം പേരെയും മക്കയിൽ കടക്കാൻ വിട്ടില്ല. ഈ വർഷം കടക്കാൻ പറ്റൂല എന്ന് തന്നെ അവർ തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ചർച്ചകൾ ധാരാളമായിട്ട് അവരുടെ പ്രതിനിധികൾ വന്നും പോയും ചർച്ചകൾ നടന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് ഒരു കരാർ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ആ കരാർ എഴുതാൻ വേണ്ടി തീരുമാനിച്ച ആ കരാറിന് വേണ്ടി എഴുതാൻ ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ ദാസനായ മുഹമ്മദും അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദും എഴുതുന്നു കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതാൻ ആരംഭിച്ചത്. അപ്പോൾ മക്കയിൽ നിന്നിട്ട് വന്ന ആ ബഹുദൈവ വിശ്വാസികളുടെ പ്രതിനിധികൾ സമ്മതിച്ചില്ല.
മുഹമ്മദുർ റസൂലുള്ളാ എന്ന പദം പറയരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് ഞങ്ങൾ വിശേഷിച്ചിട്ടുണ്ടെങ്കിൽ, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം പരിഹരിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല, അത് മായ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സഹാബാക്കളുടെ റസൂല് മായ്ക്കാൻ പറഞ്ഞവർ മായ്ച്ചില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. കാരണം റസൂലുള്ളാഹി എഴുതാനും വായിക്കാനും അറിയാത്ത വ്യക്തിയാണെന്നാണല്ലോ നാം പഠിച്ചത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അവന്റെ മുൻ തീരുമാനം, മുൻ ഇലാഹി പ്ലാനിങ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാനും വായിക്കാനും അറിയാത്ത രൂപത്തിൽ ജീവിച്ചിട്ട് ലോകാത്ഭുത ഗ്രന്ഥത്തെ അവരിലേക്ക് ആ നബിയിലൂടെ ഇറക്കി കൊടുക്കണം എന്ന അള്ളാന്റെ തീരുമാനമായിരുന്നുവല്ലോ. അത് കാരണത്താൽ റസൂലിന് സ്ഥലം അറിയുകയില്ല എവിടെയാണെന്ന്. അവർ കാണിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സിൽബന്ദികളിൽ നിന്നിട്ട്, സഹാബാക്കളിൽ നിന്നിട്ട് ചിലർക്ക് പ്രതിഷേധമുണ്ടായി. ഇതവർക്ക് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. മഹാനായ ഉമർ ചോദിക്കുക തന്നെ ചെയ്തു, അല്ലയോ റസൂലേ, നാം സത്യത്തിന്റെ മേലിലല്ലേ, അവർ അസത്യത്തിന്റെ മേലിലല്ലേ? അതെ, നാം നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർ സ്വർഗത്തിൽ പോകുമെന്നല്ലേ അള്ളാഹു വാഗ്ദാനം ചെയ്തത്? അതെ. റസൂലുള്ളാഹി മറുപടി നൽകുന്നു, അതെ അതെ, അവരിൽ നിന്നിട്ട് അഥവാ സത്യനിഷേധികളായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന വിഭാഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ അവര് ആ തൗഹീദ് ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, ഷിർക്കോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവരുടെ പാർപ്പിടം നരകമാണെന്ന് ആണല്ലോ അള്ളാഹു പറഞ്ഞത്. അതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി. അപ്പോൾ മഹാനായ ഉമർ ചോദിക്കുകയാണ്, എന്തിനാണ് പിന്നെ നാം നിന്യത പ്രകടിപ്പിക്കണം? നമുക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചൂടെ? നാം എന്തിനാണ് നിങ്ങൾ എഴുതിയതായ ആ പദം നിങ്ങൾ മായ്ക്കണം എന്ന് ചോദിക്കും പോലെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നു, അള്ളാഹു എന്ത് കൽപ്പിച്ചു അത് മാത്രമേ ചെയ്യുകയുള്ളൂ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തീരുമാനിച്ച ആ തീരുമാനം പോലെ തന്നെ അവിടെ ഉണ്ടാവട്ടെ എന്ന ശൈലിയാണ് മറുപടി നൽകിയത്. അപ്പോൾ മഹാനായ ഉമർ സമാധാനിച്ചില്ല. അബൂബക്കറിലേക്ക് ചെല്ലുന്നു റളിയല്ലാഹു തആല അൻഹുമ. അബൂബക്കറിനോടും പറയുന്നു ഇതേ വാക്ക്, നാം സത്യത്തിലല്ലേ, അവർ അസത്യത്തിലല്ലേ? നാം സ്വർഗത്തിൽ പോകുമെന്ന് സത്യവാഗ്ദാനം ചെയ്യപ്പെട്ടവരല്ലേ? അവരതിന്റെ വിപരീതമല്ലേ? പിന്നെ എന്തിനാണ് നാം നിന്യരായി ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ ഹഖിലാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹഖാണ്, അതുകൊണ്ട് നാം അതിൽ അപ്പുറം വിട്ടുകിടക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതിലപ്പുറം വിട്ടുകിടക്കാൻ പാടുള്ളതല്ല. എന്താണ് ഈ ചരിത്രം എന്ന് മക്ക ഇമാം പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാഹ്യരൂപത്തിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം. നമുക്ക് ബാഹ്യരൂപത്തിൽ കാണുന്ന ഒരു കൊറോണയോ ഒരു ചെറിയ രോഗമോ, കുറെ ആൾക്കാര് രോഗത്തിൽ മരണപ്പെടുകയും കുറെ ആൾക്കാർ സുഖപ്പെടുകയും കുറെ ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്നതോ, ഇതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഉദ്ദേശിച്ചതായ പല പല തീരുമാനമുണ്ട്. ആ തീരുമാനം നമുക്ക് അറിയുകയില്ലാത്തത് കൊണ്ട് തന്നെ നാം വക്രാളപ്പെടുന്നു, നാം പ്രയാസപ്പെടുന്നു. അങ്ങനെയല്ല വേണ്ടത്. ഖദാഇലും ഖദറിലും വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ തീരുമാനം അവിടെ നടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വല്ലതും വെറുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ വല്ലതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും. നിങ്ങൾക്ക് ഏത് നന്മ ഏത് തിന്മ എന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതല്ല. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹു മാത്രമേ ഏതിലാണ് തിന്മ ഏതിലാണ് നന്മ എന്ന് അറിയുന്നവരുള്ളൂ എന്ന ആ അറിവിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആ തീരുമാനിച്ച തീരുമാനം അതെന്താണെന്ന് നമുക്ക് അറിയുകയില്ല. അറിയാത്ത കാലത്തോളം നാം എന്ത് വേണം? അവന്റെ വിധിക്ക് അനുസരിക്കുക, അവന്റെ വിധിക്ക് കീഴ്പ്പെടുക, അവന്റെ വിധിയിൽ പ്രീതി അടയുക, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാനുള്ളതായ മനോധൈര്യവും ഒരുക്കവും തയ്യാറെടുപ്പും എടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നാണ് മക്ക ഇമാമ് ആദ്യമായി ഉണർത്തിയത്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് അദ്ദേഹം രണ്ടാമത് സംഭവം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം പട്ടാളത്തെ മക്ക റിപ്പബ്ലിക്കിൽ നടന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നിട്ട് മുസ്ലിങ്ങളായവരിൽ നിന്നിട്ട് 2000-ഓളം പേരെ കൂടെ കൊണ്ടുപോയി
മദീനയിൽ നിന്നിട്ട് പോയവരായ 10,000 പേര് മുമ്പുണ്ട്. അങ്ങനെ 12,000-ഓളം വരുന്ന ഏകദേശം പട്ടാളത്തെ ഹുനൈൻ യുദ്ധമാകുന്ന തായിഫിൽ സംഭവിച്ചതായ റിപ്പബ്ലിക്കിന് വേണ്ടി അവിടേക്ക് പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. അതെന്താണ്? ഇത് അജബത്തുക്കും കസറത്തുക്കും, ഞങ്ങൾ ഇപ്പോൾ വളരെ പെരുപ്പമുള്ളവരാണ്, അതുകൊണ്ട് നമുക്ക് ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു അഹങ്കാരം പോലെയുള്ളതായ ശൈലി അവരിൽ നിന്നിട്ട് ഉള്ളെടുത്തു പോയി. അള്ളാഹിന്റെ തീരുമാനം ഇവരെ പരിശോധിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അത് കാരണത്താൽ അവിടെ വളരെ പ്രയാസമുണ്ടായി. എങ്ങനെയാണ് പ്രയാസമുണ്ടായത്? തുടക്കത്തിൽ ശത്രുക്കൾ ആഞ്ഞടിച്ചു. മുസ്ലിങ്ങൾ എന്നിട്ട് പലരെയും വധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. മുസ്ലിങ്ങൾ അങ്ങും ഇങ്ങും ഓടാൻ ആരംഭിച്ചു. എത്രത്തോളം റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ വളരെ തുച്ഛം പേര് മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം അങ്ങും ഇങ്ങും ഛിന്നഭിന്നമായി അവിടെയും ഇവിടെയും ഓടി രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമമാണ് യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ഹുനൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ കുറിച്ചത്. എന്തേ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് ഖൈറുണ്ട്, മുസ്ലിങ്ങൾക്ക് നന്മയുണ്ട്. പക്ഷെ അതെല്ലാവരും അറിയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടായി. ശത്രുക്കൾ അവരെ വളഞ്ഞു. എന്നിട്ട് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുഹമ്മദേ, നീ പറഞ്ഞതായി തത്വം മാറ്റി പറയണമെന്നൊക്കെ പറയാൻ വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താ പറഞ്ഞത്? അന നബിയ്യുൻ ലാ കദിബ് വ അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ഇതുവരെ പറഞ്ഞത് മാറ്റി പറയാൻ, മുമ്പ് പറഞ്ഞത് തെറ്റാവണ്ടേ, എന്നാലല്ലേ മാറ്റി പറയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് അത് ശരി തന്നെയാണ്, അത് കളവായിരുന്നില്ല. നിങ്ങളുടെ 10 ആളുടെ വാള് കണ്ടതുകൊണ്ടോ നിങ്ങളുടെ ആ ഷജാഅത്ത് കണ്ടതുകൊണ്ടോ ഞാൻ ഭയപ്പെടാൻ ഒരിക്കലും തയ്യാറില്ല. കാരണം ഞാൻ പറയുന്നത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. പിന്നെ 10 ആളെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുക എന്നത് അത് എന്റെ സ്വഭാവമല്ല. കാരണം ഞാൻ ആരുടെ മകനാണെന്ന് നിങ്ങൾക്കറിയാമോ? അനബുനു അബ്ദുൽ മുത്തലിബ്, നിങ്ങളുടെ നേതാവായ മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ഓടിപ്പായുന്ന പ്രശ്നം എന്നിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതല്ല, ഓടി രക്ഷപ്പെടുന്ന പ്രശ്നം എന്നിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവരിൽ നിന്നിട്ട് പലരുടെയും കയ്യിലുള്ളതായ വാളുകളൊക്കെ നിലംപതിക്കപ്പെടുകയും ചെയ്തു എന്നതൊക്കെ നാം ചരിത്രത്തിൽ പഠിച്ച ഭാഗമാണ്. പക്ഷേ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച ആ പരീക്ഷണത്തിന് വിജയരാവേണ്ടി വന്നു. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പരീക്ഷണം ഇവിടെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കൽ ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒരു പരീക്ഷണത്തെയാണ്. എങ്ങനെയുള്ള പരീക്ഷണമാണ്? നിങ്ങളിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവരെ മാത്രം ബാധിക്കുന്നതല്ല, മറിച്ച് തെറ്റ് ചെയ്യാത്തവരും ചെയ്തവരുമെല്ലാം അതിൽപ്പെട്ടു പോകുന്നതായ രൂപത്തിലുള്ള പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ നമുക്ക് വാണിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ പരീക്ഷണം ഉണ്ടായാൽ ആ പരീക്ഷണത്തിലെല്ലാം നല്ലവരും അല്ലാത്തവരും അതിൽപ്പെട്ടു പോകും. അപ്പോൾ അതേ സമയത്ത് കഅബയെ നശിപ്പിക്കാൻ വേണ്ടി വരും. ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു വിഭാഗം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ അതിൽ റസൂലുള്ളാഹിന്റെ ഭാര്യ ചോദിക്കുകയുണ്ടായി, അങ്ങനെ വന്നവരെ കഅബത്തിനോട് എത്തുന്നതിന് മുമ്പായിട്ട് മരുഭൂമിയിൽ അവരെ ഭൂമി വിഴുങ്ങുകയും ചെയ്തു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടായിരുന്നില്ലേ, കഅബയെ പൊളിക്കാൻ വേണ്ടി വരാത്തവരും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആണ് അപകടം വരുമ്പോൾ അപകടത്തിൽ എല്ലാവരുമാണ് പെടുക. പക്ഷേ അവരവരുടെ നിയ്യത്തനുസരിച്ച് അവരവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ളതായ ആ വിശ്വാസം അനുസരിച്ചായിരിക്കും പരലോകത്തിൽ ഹാജരാക്കപ്പെടുക. അവിടെ എന്തില്ല? നീതി മാത്രമേ ഉള്ളൂ. അവിടെ നീതി മാത്രമേ റബ്ബ് ചെയ്യുകയുള്ളൂ. അവിടെ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതല്ല, നീതികേട് കാട്ടുന്നതല്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്. അടിമകളെ ആരെയും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു തീരെ ആക്രമിക്കാത്തവനാണ്, തീരെ അനീതി കാട്ടാത്തവനാണ് എന്ന കൽപ്പന നമുക്ക് അറിയുന്ന ഭാഗമാണ്. അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മോട് ഓതുന്നത് എന്താണ്? പ്രശ്നങ്ങളുടെ ബേക്കിൽ വരുന്നതായ ആ പരീക്ഷണങ്ങളുടെ ബേക്കിൽ വരുന്നതായ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇവിടെ നിറവേറുക തന്നെ ചെയ്യും. ആ ഹദഫ് അതിവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു എന്ത് ചെയ്തു? അവരൊന്ന് നന്നായി പരിശോധിച്ചു. അല്ലാഹു പറയുന്നു ഖുർആനിൽ, വയൗമ ഹുനൈനിൻ ഇദ അജബതുകും കസറതുകും ഫലം തുഗ്നി അൻകും ശൈആ വളാഖത് അലൈകുമുൽ അർദു ബിമാ റഹബത് ثم വല്ലൈതും മുദ്ബിരീൻ.
ഹുനൈൻ യുദ്ധം സംഭവിച്ചു കൊണ്ടിരിക്കവേ നിങ്ങൾക്ക് ഞങ്ങൾ പെരുപ്പമുള്ളവരാണെന്ന് തോന്നിയത് കാരണത്താൽ, നിങ്ങൾക്ക് അഹങ്കാരം അല്ലെങ്കിൽ രുചുമുണ്ടായി പോയി, അത് കാരണത്താൽ നിങ്ങളെ ഞാൻ പരിശോധിച്ച രംഗത്തെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൽ നിന്നിട്ട് പാഠം പഠിക്കുക എന്ന് പറയും പോലെ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ യുക്തി കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അല്ലാഹുവിലേക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഫലം തുഗ്നി അൻകും ശൈഅ വളാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്. ഭൂമിയിൽ നിങ്ങൾ ഇടുങ്ങി, മുഴുവൻ എല്ലാ ഭാഗത്തും ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തു. അവസാനം നിങ്ങൾക്ക് തുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾക്ക് പിന്തിരിയേണ്ടി വന്നു. പക്ഷേ ഇതൊരു പരീക്ഷണമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തുമ്മ അൻസലല്ലാഹു സകീനതഹു, അല്ലാഹു അവന്റെ ശാന്തിയെ പിന്നെ അവിടെ ഇറക്കുകയുണ്ടായി. തുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി, അല്ലാഹുവിന്റെ ദൂതരിലേക്ക്, വഅലൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ മുസ്ലിം പട്ടാളത്തിലേക്ക്, വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടാത്തതായ സേനയെ അവിടെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുകയും ചെയ്തു. വഅദ്ദബല്ലദീന കഫറു, സത്യനിഷേധികളെ അല്ലാഹു ശിക്ഷിച്ചു. വദാലിക ജസാഉൽ കാഫിരീൻ, ഇങ്ങനെ തന്നെയാണ് സത്യനിഷേധികൾക്ക് നാം പ്രതികാരം നൽകാറുള്ളത് പണ്ട് തന്നെ. അപ്പോൾ ഇവിടെ എന്താണ് നാം പഠിച്ചത്? നാം അല്പം മുമ്പ് കേട്ടതായ ഹുദൈബിയ സന്ധി അവിടെ അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആക്ഷേപവും ആ പരാതിയൊക്കെ റസൂല് കൂട്ടാക്കിയില്ല, അബൂബക്കർ കൂട്ടാക്കിയില്ല. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന ആയത്ത് ഇറങ്ങുകയുണ്ടായി. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിപ്പബ്ലിക് നൽകിയിരിക്കുകയാണ്. ഇത് റിപ്പബ്ലിക് ആണോ എന്ന് സംശയിച്ചവർ ചോദിക്കുകയുണ്ടായി. അതെ, അത് റിപ്പബ്ലിക് ആണെന്ന് മറുപടി നൽകപ്പെട്ടു. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക റിപ്പബ്ലിക്കിന് മുമ്പായിട്ട് ഇവിടെ നടത്തിയതായ ഈ സന്ധി അഥവാ ഹുദൈബിയ സന്ധിയിലൂടെ 10 വർഷം നാമുമായിട്ട് മക്കക്കാരോട് യുദ്ധമില്ല എന്ന കരാറാണ് അവിടെ എഴുതിയത്. റസൂലുള്ളാഹിന്റെ പേര് വരട്ടെ വരാതിരിക്കട്ടെ, റസൂലുള്ളാഹിയുടെ ആ ദഅവത്തിലുള്ളതായ മസ്ലഹത്തുള്ളതായ ഒരു സന്ധിയാണ് അവിടെ നടന്നത്. ആ സന്ധി നടന്നത് കാരണത്താൽ വളരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അതിനുശേഷമുള്ള വർഷങ്ങളിൽ റസൂലുള്ളാഹിക്ക് ദഅവത്ത് നടത്താൻ മദീനയുടെ പരിസരത്തിൽ സാധിച്ചു എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ ആ ആയത്തിറങ്ങിയതുപോലെ ഇവിടെയും ആയത്തിറങ്ങുകയുണ്ടായി എന്നാണ് പറഞ്ഞു വന്നത്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നാം ഉദ്ദേശിക്കുന്നതായ ലക്ഷ്യം ആയിക്കൊള്ളണമെന്നില്ല, നാം ഈ പ്രകടമായി കാണുന്നതായ ഈ റിസൾട്ട് ആയിക്കൊള്ളണമെന്നില്ല. എന്ത്? അള്ളാഹു ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളിലൂടെ ഉദ്ദേശിച്ചിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ പലരും ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പലരും മനസ്സിലാക്കി കാണുകയില്ല. നമ്മുടെ അറിവനുസരിച്ച് അടുത്ത നൂറ്റാണ്ടുകളിൽ ഒരു 100 കൊല്ലം മുമ്പ് വരേക്കും നാം കേൾക്കാത്തതായ രൂപത്തിൽ, അടുത്ത കാലഘട്ടങ്ങളിൽ എവിടെയും നാം കേൾക്കാത്തതായ രൂപത്തിലുള്ളതായ ഒരു പരീക്ഷണമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷണം അള്ളാഹു വെറുതെയല്ല നമ്മെ പരീക്ഷിച്ചത്, മനുഷ്യരാശിയെ പരീക്ഷിച്ചത്, മറിച്ച് പല പല പാഠങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് എന്നതാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് സംസാരത്തിന്റെ സമാപനത്തിൽ മക്ക ഇമാം പറയുകയുണ്ടായി, നാം എത്ര കണ്ട് അള്ളാഹുലേക്ക് നിന്യരായി, അഥവാ നിന്യർ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് കീഴടങ്ങി, അള്ളാഹുലേക്ക് സമർപ്പണ ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാനും അറക്കാനും അള്ളാഹിനെ ഭയപ്പെടേണ്ടതുപോലെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ഭയപ്പെടാനും അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്നിട്ട് മഹാത്മാക്കളാകുന്ന നബിമാരെയും വലിയമാരെയും എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരിവിടെ സമർപ്പിച്ചതായ മതത്തെ പ്രചരിപ്പിക്കുവാനും അവരുടെ സമർപ്പിച്ചതായ ജീവിത രീതി നമ്മുടെ ജീവിത രീതിയാക്കി മാറ്റുവാനും പരിശ്രമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ളതായ സംഭവ വികാസങ്ങൾ എന്നതാണ് സംസാരത്തിന്റെ സമാപനത്തിൽ അദ്ദേഹം പറഞ്ഞത്. അഥവാ മക്ക ഇമാം ഡോക്ടർ മാഹിറുൽ മഅഖലി ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നാം വളരെ നിന്ദ്യരായി അള്ളാഹുവിനോട് വിനയത്തോടു കൂടി അപേക്ഷിക്കുക, ഇപ്പോൾ ഞങ്ങൾക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റൂല റബ്ബേ, നിന്നോട് ചോദിക്കാതിരിക്കാൻ പറ്റൂല റബ്ബേ, നിന്റെ റഹ്മത്തും അനുഗ്രഹവും ഞങ്ങളെ ചെറിയണേ റബ്ബേ എന്ന് നാം അള്ളാഹുവിനോട് വളരെ വിനീതമായി ആഗ്രഹിക്കുക, ആവശ്യപ്പെടുക. അതോടൊപ്പം മക്ക ഇമാം തുടരുകയാണ്, നാം ഈ സന്ദർഭത്തിൽ ധാരാളമായി പൊതുസേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് മുസ്ലിങ്ങൾക്കാവട്ടെ അമുസ്ലിങ്ങൾക്കാവട്ടെ ആർക്കായിരുന്നാലും വിരോധമില്ല. സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചതായ ഒരു പ്രത്യേക രീതിയാണ്. അത് നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല. സനായിഉൽ മഅറൂഫി തഖീ മസാരിഅ സൂഅ്, നന്മകൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ
അത് കാരണത്താൽ ഇങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്നത് മക്ക ഇമാം ഊതിപ്പറയുകയുണ്ടായി. അതേസമയത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന പ്രത്യേക തത്വം അത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് പലരും ചിന്തിക്കാത്ത, പലരും മനസ്സിലാക്കാത്തൊരു തത്വമുണ്ട്. അത് മുസ്ലിം രാഷ്ട്രത്തിൽ പ്രകടമായി കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലത്തതായ ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ നാട്ടിൽ പ്രത്യേകം കാണുന്നുണ്ട്. വിദേശികൾ സ്വദേശികൾ വേദമന്യേ, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ വേദമന്യേ സൗദി അറേബ്യയിലുള്ളതായ ലക്ഷോപലക്ഷം ജനങ്ങളിൽ നിന്നിട്ട് ആർക്കെല്ലാം ഇത് കാരണത്താൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്കെല്ലാം സഹകരണങ്ങൾ ചെയ്യാനുള്ളതായ ഇവിടുത്തെ രാജാവിന്റെ പ്രഖ്യാപനവും ആ പ്രഖ്യാപനം അനുസരിച്ചു കൊണ്ടുള്ളതായ ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും അതിനെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് മക്ക ഇമാം സംസാരിക്കുകയുണ്ടായി. അതിന് കാരണം എന്താണ്? ഇസ്ലാം ലറൂറിയാത്തുൽ ഖംസിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ലറൂറിയാത്തുൽ ഖംസ് എന്ന് പറഞ്ഞാൽ മതത്തെ സംരക്ഷിക്കുക, മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുക, മനുഷ്യന്റെ സമ്പത്തിനെ സംരക്ഷിക്കുക, മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക, മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കുക. ഇത് ഇസ്ലാമിന്റെ ലറൂറിയാത്തുകളാണ്. ഈ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മനുഷ്യനെ സംരക്ഷിക്കുക എന്ന തത്വത്തിലേക്ക് ഇപ്പോൾ ഈ കൊറോണ രോഗവുമായിട്ട് ബന്ധപ്പെട്ടതായ എല്ലാവർക്കും വേണ്ടതായ സർവ്വൊത്താശകൾ ഇവിടെയുള്ള ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ മറ്റു ചില രാഷ്ട്രങ്ങളിൽ, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, മറ്റു ചില രാഷ്ട്രങ്ങളിൽ അത്ര പ്രാധാന്യം മനുഷ്യന് നൽകുന്നതായിട്ട് നാം കാണുന്നില്ല. അതെന്തുകൊണ്ട്? ഇസ്ലാം മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആ ലറൂറിയാത്തുൽ ഖംസ് എന്ന് പറയുന്ന ആ 5 കാര്യങ്ങൾക്ക് നൽകേണ്ടതായ പ്രാധാന്യം അവർ നൽകണമെന്ന തത്വം അവർ അംഗീകരിക്കുന്നില്ല. അവരിൽ നിന്നിട്ട് പലരും അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടുഘോഷിക്കുന്നവരിൽ നിന്നിട്ട് പലരും ഇപ്പോൾ മനുഷ്യാവകാശം വേണ്ടതുപോലെ നിർവഹിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അതേസമയത്ത് സൗദി ഗവൺമെന്റിനെ പോലത്തെ മുസ്ലിം രാഷ്ട്രങ്ങളും മുസ്ലിങ്ങൾ തിങ്ങി വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പ്രകടമായി കാണുന്ന, തുറച്ചു കാണുന്നതായ ഒരു നന്മകളിൽപ്പെട്ടതാണ് എന്ന് ഇന്ന് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങുന്നവർക്ക് വേണ്ടി മക്ക ഇമാം പ്രാർത്ഥിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സേവനങ്ങൾ അർപ്പിക്കുന്നതിന് പ്രേരണ നൽകിയിട്ടുണ്ട്. എത്രത്തോളം ബദ്ർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കളിൽ നിന്നിട്ട് റുഖിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് രോഗം ബാധിച്ചപ്പോൾ, ബദ്ർ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത അറിയുകയുള്ളൂ. ഇസ്ലാമിൽ നടന്നതായ ആദ്യത്തെ പോരാട്ടമാണ്, ആദ്യത്തെ ഏറ്റുമുട്ടലാണ്. സത്യം അസത്യം ഏതാണെന്ന് തെളിയാൻ വേണ്ടി നടന്നതാണ്. സത്യനിഷേധികൾ വെറുത്താലും അറുത്താലും ശരി, ഈ സത്യം സത്യമായി പുലരണം, അസത്യം അസത്യമായി പുലരണം എന്ന തീരുമാനിച്ചതിലൂടെ സംഭവിച്ചതാണ് ബദ്ർ പോരാട്ടം. ആ ബദ്ർ പോരാട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടതായ 314 313 317 സഹാബാക്കളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുക, രോഗശയ്യയിൽ കിടക്കുന്നതായ ഒരു സഹോദരിയെ, ആ സഹോദരിയെ ചികിത്സിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് നിങ്ങൾ യുദ്ധത്തിന് വരണ്ട എന്ന് കൽപ്പിച്ചു. യുദ്ധത്തിൽ പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരിൽ ഒരു ഖലീഫയായ നേതൃത്വത്തിനോടാണ് പറയുന്നത് നിങ്ങൾ വരണ്ട എന്ന്. എത്രയും പ്രാധാന്യമുള്ളതായ ബദ്രീങ്ങളാവുക എന്ന പ്രാധാന്യം ലഭിക്കാൻ പോകുന്നതായ ആ ചാൻസ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന സത്യവാഗ്ദാനം ചെയ്യുകയുണ്ടായി. എന്ത് കാരണത്താൽ? രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ തങ്ങിയത് കാരണത്താൽ. സുബ്ഹാനല്ലാഹ്, ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ തങ്ങിയതായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് റസൂലുള്ളാഹിയുടെ സത്യവാഗ്ദാനം വഹിയിലൂടെ വരികയാണ്. നിങ്ങൾക്ക് ബദ്രീങ്ങളിൽ പെടാം, നിങ്ങൾ ബദ്രീങ്ങളിൽ പെട്ട വ്യക്തിയാണ്. ബദ്ർ യുദ്ധത്തിൽ കിട്ടിയതായ ഗനീമത്ത് മുതൽ ഓഹരി വെച്ചപ്പോൾ അതിൽ പങ്കാളിയാക്കുകയും ചെയ്തു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാം എത്രമാത്രം രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിലേക്ക് തെളിവാണ് എന്നതാണ് മക്ക ഇമാം സൂചിപ്പിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നൽകേണ്ടതായ അവകാശത്തിൽപ്പെട്ടതാണ് എന്ത്? ആ മുസ്ലിമിനെ അവന് രോഗം ബാധിച്ചാൽ അവനെ സന്ദർശിക്കണം എന്നതായ തത്വം. എന്നാൽ സഹോദരന്മാരെ,
സഹോദരന്മാരെ, സഹോദരികളെ, അപ്രകാരം തന്നെ ഈ തരുണത്തിൽ അതിനു വേണ്ടി ഉറക്കൊയ്യുന്നവർ ലോകത്തിൽ ധാരാളം രോഗികളെ അഥവാ കൊറോണ ബാധിച്ചതായ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നഴ്സുമാരായിട്ടും അതുപോലെ തന്നെ ഡോക്ടർമാരായിട്ടും അതുപോലെ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടും വർക്ക് ചെയ്യുന്നവർ മുൻപന്തിയിലാണ്. അല്ലാത്തവരും ധാരാളമായിട്ട് ലോകത്ത് വർക്ക് ചെയ്യുന്ന പല സംഘടനകളുടെ പിന്നിലും അല്ലാത്തവരുമായിട്ട് വർക്ക് ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഐനാനിലം തമസ്സുഹുമന്നാർ ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ വഐനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാ എന്ന ഹദീസാണ് മക്ക ഇമാം അവസാനമായി ഓതിയത്. രണ്ട് കണ്ണ്, ആ കണ്ണിന്റെ ഉടമ നരകം സ്പർശിക്കുന്നതല്ല, തീ തൊടുന്നതല്ല. ഒന്നാമത്തെ കണ്ണേതാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നവന്റെ കണ്ണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണിന്റെ ഉടമ, അത് നാം പരിശോധിക്കണം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, കൊറോണയെ ഭയപ്പെട്ടുകൊണ്ടല്ല കൂട്ടരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒന്ന് കരയാൻ വേണ്ടി പാടുപെടണം. അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ വീട്ടിലാണല്ലോ പലരും, വീട്ടു തടങ്ങിലാണല്ലോ പലരും. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി റമദാൻ മുമ്പിലാണ്. നാം റമദാനെ സ്വീകരിക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഖളാഉം ഖദറും അനുസരിച്ചിട്ട് റമദാൻ പല നാട്ടുകാർക്കും പല സ്ഥലങ്ങളിലും പള്ളിയിൽ വെച്ചിട്ട് സ്വീകരിക്കാൻ സാധിച്ചോളണമെന്നില്ല. അത് മക്കയിലും മദീനയിലും പരിമിതമായി ഇപ്പോൾ ജുമാ നടന്നതുപോലെ, ഇപ്പോൾ ജുമാ ഖുതുബ നടന്നതുപോലെ, 5 വക്ത് നമസ്കാരം മക്കയിലും മദീനയിലും നടക്കും പോലെ പരിമിതമായ രൂപത്തിൽ നടക്കുമെന്നല്ലാതെ പൊതുവെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഈ കൊറോണ ഇങ്ങനെ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നതല്ല. കാരണം അത് ജനങ്ങൾക്ക് അപകടമാണ്, അത് പൊതുജനങ്ങളെ അപകടത്തിലേക്ക് തെളിക്കലാണ് എന്നതുകൊണ്ടാണ് സാധിക്കാത്തത്. എന്നാലും ഈ റമദാനൊക്കെ വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ നമുക്കൊക്കെ സുന്നത്ത് നമസ്കാരം അല്ലെങ്കിൽ തന്നെ നമസ്കരിക്കേണ്ടത് വീട്ടിലാണല്ലോ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നാം സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ ഹൃദയം തട്ടി ഒന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ അർശിന്റെ തണലിൽ പരലോകത്തിൽ തണലിടുന്നതായ വിഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ വ്യക്തി പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوفا نكالي. റബ്ബുൽ ഇസ്സത്തിനെ ഓർത്തുകൊണ്ട്, അവന്റെ ഭയാനകമായ ശിക്ഷയെ ഓർത്തുകൊണ്ട്, പരലോകത്തിൽ അവന്റെ മുമ്പിൽ നിൽക്കണമെന്നത് ഓർത്തുകൊണ്ട്, ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി എന്നുള്ള പറഞ്ഞ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച റബ്ബുൽ ഇസ്സത്തിന്റെ മഖാമിൽ, ആ പരിസരത്തിൽ, ആ സാന്നിധ്യത്തിൽ നിൽക്കണമെന്നത് പേടിച്ചുകൊണ്ട് മലക്കുകൾ നിന്നിട്ട് അള്ളാഹുലേക്ക് ഏറ്റവും മുഖറബായ മലക്കുകൾ വരെ അവിടെ പേടിച്ചുകൊണ്ട് രക്ഷ 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 എന്ന് പറയുന്നതായ യുഗമാണ്, സന്ദർഭമാണ്, ഘട്ടമാണത്. അങ്ങനെയുള്ളതായ ആ സന്ദർഭത്തെ ഭയപ്പെട്ടുകൊണ്ട്, അഥവാ പേടിച്ച് കരയിലാണ്. ആരെ പേടിച്ച്? അള്ളാഹനെ പേടിച്ച് കരയിലാണ്. അങ്ങനെ ഒരാൾ കരയുകയാണെങ്കിൽ അവന് തണലില്ല കാലഘട്ടത്തിൽ അള്ളാഹു പരലോകത്തിൽ തണലിട്ട് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ വാർത്ത ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ്. രണ്ടാമത്തേതാണ് വഅയ്നുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ കാവൽക്കാരനായി നിന്നുകൊണ്ട് അവൻ ഉറക്കൊഴിച്ചതായ ആ ഉറക്കൊഴിച്ചവന്റെ കണ്ണ്. അപ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുത്തിയിട്ടായിരിക്കാം ഇവിടെയുള്ളതായ കൊറോണയുടെ പ്രശ്നം വന്നത്. കാരണത്താൽ ഇവിടെ ധാരാളം പട്ടാളങ്ങൾ, ധാരാളം പോലീസുകാർ, ധാരാളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ധാരാളം അല്ലാത്തവര് തന്നെ മുതവ്വിഈങ്ങളായിട്ട് പൊതുസേവനം അർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചവര് ഉറക്കഴിയുന്നവരുണ്ട്. എന്തിനു വേണ്ടി? ഈ രോഗികളുടെ നന്മക്ക് വേണ്ടി, ഈ രോഗികളുടെ മസ്ലഹത്തിന് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് ഉള്ളതായ പ്രതിഫലത്തെയെല്ലാമാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. അതേസമയത്ത് മദീന ഇമാം എന്ന് സംസാരിച്ചപ്പോൾ മക്ക ഇമാം സൂചിപ്പിച്ച കാര്യത്തിന്റെ സമാപനത്തിൽ പറഞ്ഞതായ അള്ളാഹുലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം, പാശ്ചാത്തപിക്കണം എന്നൊക്കെ പറഞ്ഞതോടൊപ്പം മദീന ഇമാം ഊന്നി പറഞ്ഞതായ മറ്റൊരു കാര്യമാണ് എന്ത്? റമദാൻ നമ്മുടെ മുമ്പിലാണ്, നാം മറന്നു പോകാൻ പാടുള്ളതല്ല. ഈ സന്ദർഭം അഥവാ രോഗവുമായിട്ട് ലോകം കറങ്ങുന്ന ലോകത്തിലുള്ള ജനത ആ സകലം ചിന്ത മുഴുവനും എന്തിലൂടെയാണ്? ഈ കൊറോണ ഞങ്ങളിലേക്ക് വന്നു പോകുമോ? നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടു പോകുമോ? ഞങ്ങൾക്ക് ബാധിച്ചു പോകുമോ? ഇത് ഭയപ്പെട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകണ്ടെന്ന് തീരുമാനിച്ചത്. ഇത് ഭയപ്പെട്ടുകൊണ്ടാണ് അവര് പല പല പ്രശ്നങ്ങൾ, പല പല ഭൗതിക നേട്ടങ്ങൾ തന്നെ നിർത്തിവെച്ചത്, അവരുടെ ബിസിനസ് നിർത്തിവെച്ചത്, അവരുടെ കമ്പനികൾ നിർത്തിവെച്ചത്, അവരുടെ പ്ലെയിനുകൾ ഓടാതിരുന്നത്, അവരുടെ പ്രശ്നങ്ങൾ പലതും താൽക്കാലികമായി നിർത്തിവെച്ചത്. അങ്ങനെയുള്ളതായ ആ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആ ചിന്ത മാത്രം പുലർത്തി ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ മറന്നു പോകരുത്, റമദാൻ മുമ്പിലാണ് എന്നത്. ശഹ്റു റമദാൻ അല്ലദീ
ഉൻസില ഫീഹിൽ ഖുർആൻ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലാഹു പറഞ്ഞതായ ആ മാസത്തിലേക്ക് മദീന ഇമാം അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കാൻ വേണ്ടി കയറിയതായ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ച് ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം എന്ന മഹാവ്യക്തിത്വം സംസാരിച്ചപ്പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. അത് നാമും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. നാം റമദാനിന് വേണ്ടി ഒരുങ്ങുക. നാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളതായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ ദിവസങ്ങൾ വരുമ്പോൾ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ സകലം, ലോക ജനരാശിക്ക് വേണ്ടി ആ സകലം, ഈ കൊറോണ രോഗത്തിൽ നിന്ന് മോചിക്കുവാനും ഈ വബായിൽ നിന്ന് മോചിക്കുവാനും ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ലോകം പഠിക്കുവാനും നാം പഠിക്കുവാനും എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങുവാനും അത് ഫലപ്രദമാക്കണം റബ്ബേ എന്ന് റബ്ബിനോട് കേണപേക്ഷിക്കാൻ പറ്റുന്നതായ മാസം വരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നാം റമദാനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം എന്ത് വേണം? വളരെ ശ്രദ്ധ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് കൊറോണയേക്കാൾ കൂടുതൽ റമദാനിനെ കുറിച്ചാണ്. റമദാനിനെ എങ്ങനെ സ്വീകരിക്കണം? അഥവാ ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല, മറിച്ച് ആരാധിക്കാൻ വേണ്ടതുപോലെ അർദ്ധരാത്രി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ക്ഷമയാചന ചെയ്യാൻ, തറാവീഹ് നമസ്കരിക്കാൻ, ഖുർആൻ റമദാനിൽ ഇറങ്ങിയതായ ഖുർആനിനെ പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ ലോകാലുപ ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കാൻ, അതിനെ ആഴത്തിൽ ഇറങ്ങി പഠിക്കാൻ, അത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, അത് കുടുംബത്തിന് പഠിപ്പിക്കാൻ. പലരും വീട്ടിലാണല്ലോ, പഠിപ്പിക്കാനുള്ള ചുറ്റുപാടും ചാൻസുകളും ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭം ശരിക്കും ഉപയോഗിച്ചവൻ മാത്രമാണ് ബുദ്ധിജീവി, അല്ലാത്തവൻ ബുദ്ധിജീവിയല്ല എന്ന് മക്ക ഇമാം ഓതിയതായ ആ ഹദീസിയുടെ സ്മരണീയമാണ്. വീണ്ടും ഞാൻ മടക്കി പറയുന്നു. അതുകൊണ്ട് ശരിക്കും നാം സത്യവിശ്വാസി ബുദ്ധിജീവിയായിരിക്കണം. المؤمن كيس فطن لا يلدغ المؤمن في جهد مرتين. ഒരു സത്യവിശ്വാസി ഒരു മാളത്തിൽ നിന്നിട്ട് ഒരു തേള് അല്ലെങ്കിൽ ഒരു പാമ്പ് 2 തവണ കടിക്കുന്നതല്ല. കാരണം ഒരു സത്യവിശ്വാസിയാണെങ്കിൽ ഒരു തവണ കടിച്ചതായ മാളത്തിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ പണ്ടെന്നെ കടിച്ച മാളമാണ്, തേള് കടിച്ച മാളമാണ് എന്ന് അവന് ഓർമ്മ വരണം. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നാം ബുദ്ധിജീവിയായി ജീവിക്കുമ്പോൾ, ശരിക്കും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ റമദാൻ നമ്മുടെ മുമ്പിലാണ്. റമദാനിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ, അതിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്യാൻ ഉള്ള എല്ലാ ഒരുക്കവും തയ്യാറെടുപ്പും ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാവണം എന്നതാണ് മദീന ഇമാം സൂചിപ്പിച്ചതായ ഭാഗങ്ങളിൽ ചിലത്. പലതും മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ ഭാഗങ്ങൾ നട്ട് ശേഷിക്കുന്നുണ്ടെങ്കിലും നാം ഇതോടുകൂടി തൽക്കാലം നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകത്തിന് ആസകലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പരീക്ഷണങ്ങൾ നിന്നിട്ട് പെട്ടെന്ന് 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 അല്ലാഹു മോചിപ്പിക്കട്ടെ, മോചിപ്പിക്കട്ടെ, മോചിപ്പിക്കട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد علماء وحكام بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمره يا قهار. اللهم اهلكه يا جبار. اللهم انصر من نصر الدين. اللهم خذل من خذل الدين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم بلغنا رمضان. اللهم بلغنا رمضان ووفقنا للعمل الصالح للقيام والصيام فيه يا أكرم الأكرمين ويا أرحم الراحمين. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.